ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോയ ചങ്ക്സ് കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ബീഫിൻ്റെ ടേസ്റ്റിൽ ഒരു നല്ല ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോയാലോ? ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും വേണ്ട. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചില്ലി ഫ്ലേക്സ് ആക്കാനാണ്. എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തത് കൊണ്ട് ചില്ലി ഫ്ലേക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് ഒന്ന് ചൂടായാൽ മതി. ഇപ്പം മുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇതിനി ഒരു പാത്രത്തിലോട്ട് ചൂട് മാറാനായിട്ട് വയ്ക്കാം. അപ്പോഴേക്ക് തിളയ്ക്കാനായി വെച്ച വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണ്ട്. അതിലിനി കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോണ്ട. ഇതിലൊരു കട്ടുണ്ട്. ആ കട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. തിളപ്പിച്ച് പിഴിഞ്ഞെടുക്കണം. നമുക്ക് കൈക്ക് പിടിക്കാൻ പറ്റുന്ന ചൂടാകുമ്പോഴത്തേക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനി കോരിയെടുക്കുക. കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, 3-4 ഏലക്ക, 1 ബേ ലീഫ്, ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുക. ജീരകമൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 മുറി തേങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ചരിഞ്ഞതാണ് ഇത് ഇട്ട് കൊടുക്കുക. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ല ബീഫ് കറിയുടെ അതേ ടേസ്റ്റിലാണ് ഇത് ഈ സോയ കൊണ്ട് തയ്യാറാക്കുന്നത്. നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉള്ള സ്വാദാണ് ഈ സോയ റോസ്റ്റിന്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കുക. 2 സവാള അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുക. സവാള ഒന്ന് മൂത്ത് വരണം. നമ്മൾ സോയയിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. അത് കണക്കാക്കി വേണം ഉപ്പിട്ട് കൊടുക്കാൻ. സവാളയൊക്കെ വാടി വന്ന സമയത്ത് 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി തീ കുറച്ച് വെച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. നല്ല ഒരു കളറ് കിട്ടും, എരിവും ഉണ്ടാവില്ല. പിന്നെ പിരിയൻ മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നു. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക.
മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഈ സോയ പിഴിഞ്ഞ് വച്ചിരിക്കുന്ന സോയ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം തന്നെ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സോയയിലേക്ക് ഈ മസാലയെല്ലാം ഒന്ന് പിടിച്ച് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്കിനി ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മസാലയെല്ലാം ഒന്ന് ഈ സോയയിലൊന്ന് പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി മൂടി വെച്ച് വേവിക്കാം. ഈ സോയയുടെ ബാക്കിയുള്ള വേവും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരണം. അങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ വറുത്ത് പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആവശ്യത്തിനുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യത്തിന് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മറിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വരണ്ട് വരണം. എരിവ് പോരെങ്കിൽ വീണ്ടും ചില്ലി ഫ്ലേക്സ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ ഇരിക്കട്ടെ. ഇതിലേക്കിനി 2 ചെറിയ തക്കാളിക്ക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞത് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെയൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇത് അടച്ച് വെച്ചേക്കാം. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് വരട്ടിയെടുക്കണം. ബീഫ് റോസ്റ്റ് പോലെ അതിൻ്റെ ടേസ്റ്റിൽ നല്ല ഒരു ടേസ്റ്റാണ്. ഇളക്കി വെള്ളം എല്ലാം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ചേർത്ത് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഉപ്പും എരിവുമൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമ്മൾ ബീഫ് റോസ്റ്റ് എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, അതുപോലെ എല്ലാം കഴിക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് തോർന്ന് വരണം. കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ സോയ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബീഫ് റോസ്റ്റ് പോലെ നല്ല ഒരു മണവും അതേ ഒരു സ്ട്രക്ചറും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഇനി ഇത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഉണ്ടോ, ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്ക് ബീഫ് തന്നെ വേണമെന്നൊന്നുമില്ല. എല്ലാവരും ഇതൊന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അഭിപ്രായങ്ങൾ അറിയിക്കണം.
ഇനി ഇത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ തിന്നാൻ കൊതിയാവും. എല്ലാവരും ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കണം.